ഹലോ, ഹായ്. ഞാൻ അബ്ലൈസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ് അമ്മയും കുഞ്ഞും പൂക്കൾ കൂടി ബന്ധം പറഞ്ഞു. പിന്നെ പ്രകൃതിയിലുള്ള നമ്മളും പ്രകൃതി അമ്മയുമായിട്ടുള്ള പൂക്കൾ കൂടി ബന്ധം. അതെന്താ ഒന്നുകൂടി റിപ്പീറ്റേഷൻ പറയാം. ശ്വസിക്കുന്ന ശ്വാസം. ഈ ശ്വസിക്കുന്ന ശ്വാസത്തിലൂടെ പ്രകൃതിയിലുള്ള ഈ അമ്മ പ്രകൃതിയുടെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതി അമ്മ നമുക്ക് ഉമ്മ നൽകുന്നുണ്ട്. തന്നത് നമുക്ക് തരുന്നത് നമുക്ക് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത്. തന്ന സ്നേഹം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തിരിച്ച് സ്നേഹം കൊടുക്കാൻ കഴിയാത്തത്. അത് ഏതിലൂടെയാണ് തരുന്നത്? പ്രകൃതി അമ്മ തരുന്നത് ശ്വാസങ്ങളിലൂടെ. നമുക്ക് എന്താണ്ട് നമ്മളെ പ്രകൃതിയുടെ അമ്മ പ്രണയത്തിലൂടെ ചുംബനം നൽകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ. നമ്മൾ ശ്വാസം എടുത്ത് പ്രകൃതിയിൽ നിന്ന് എടുത്ത് പ്രകൃതിയിലെ അമ്മ നമുക്ക് ഉമ്മ തരാം. തിരിച്ച് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല, ഇനി തിരിച്ച് കൊടുക്കണ്ടേ? തിരിച്ചു കൊടുത്ത് ഈ കൊടുക്കണതിൽ ഉമ്മയാണ് കൊടുക്കണമെന്ന് നമ്മൾ ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. ഹൃദയത്തിൽ നിന്ന് കൊടുത്തിട്ട് ഈ മൂക്കിലൂടെ വിടണം. അതാണ് പ്രണയം. ഹൃദയത്തിൽ നിന്ന് നമ്മൾ എന്താണോ കരുതി കൊടുക്കുന്നത് അതാണ് പ്രണയം. ഇങ്ങനെ പ്രണയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു സാധനം തിരിയും. എന്താ തിരിയല്? ഈ പ്രകൃതിയുടെ അമ്മയിൽ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഇത് ചെയ്യിപ്പിച്ചതാര്? പ്രപഞ്ചശില്പിയാണ്. അപ്പം നമുക്ക് പ്രപഞ്ചശില്പിയെ വളരെ എളുപ്പകരമായിട്ട് പ്രണയിക്കാൻ കഴിയും. ഓർക്കുക, ചിന്തിക്കുക. ഓക്കെ, ബൈ ബൈ.